ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദൻ്റെ പഴയ പെട്ടിയിൽ അരവിന്ദൻ്റെ ആ ഒരു പൊട്ടിയ ചെവി നോക്കുന്ന സമയത്താണ് അരവിന്ദൻ്റെ ഫോൺ അതിൽ നിന്ന് ലഭിക്കുന്നത്. അന്നേരം കാവേരി ശാരദനോട് ചോദിക്കുന്ന ഒരു ഫോൺ ഉണ്ടല്ലോ ചോദിക്കുകയാണ്. അത് അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണാണെന്ന് പറയാണ് കേട്ടോ. ഇതിൽ ചാർജ് ഉണ്ടല്ലോ അമ്മേ, അത് ഞാൻ ഇടയ്ക്കിട്ട് ചാർജ് ചെയ്ത് വെക്കാറുണ്ട്, അത് ഓണാക്കുമ്പോഴേ എൻ്റെ ഫോട്ടോ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശാരദ ആ ഒരു പെട്ടി വീണ്ടും നോക്കാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു ചെയിനും കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ കാവേരിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ കണ്ടിട്ടാണ്. അപ്പോൾ കാവേരി ശാരദ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, അരവിന്ദനെ ഞാൻ ചതിച്ചത് തന്നെയാണ്, അതിനെന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അയ്യ ഭൂമി പൂജയ്ക്ക് പോയപ്പോൾ അന്ന് ജയപാലൻ ചോദിക്കുന്ന കാര്യമൊക്കെ കാവേരിയുടെ മനസ്സിലിങ്ങനെ വരികയാണ് കേട്ടോ. അരവിന്ദനെ ചതിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ എനിക്ക് വേണം അമ്മേ, 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയുമ്പോൾ തരണോട്ടാന്ന് ശാരദ പറയുകയാണ്. ശരി എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗംഗയും കാവേരിയും കൂടിയിട്ട് നിളരെ ഓപ്പറേഷനുള്ള കാശിൻ്റെ കാര്യം ആലോചിക്കുകയാണ്. അന്നേരം ഇനി വീട് പണയം വെച്ചാലോ എന്ന് വിനീത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ആ ശരി വീട് പണയം വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്, ഈ വീട് അച്ഛൻ്റെ പേരിലല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അവകാശം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ. പക്ഷേ അവകാശിക്ക് ഈ മുതൽ തിരിച്ചടയ്ക്കാനുള്ള തരമുണ്ടോ എന്നൊക്കെ അവർ അന്വേഷിക്കൂലേ, അതും ശരിയാ. പക്ഷേ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലേ ഗംഗേച്ചി, നമ്മൾ അത്രയ്ക്ക് ഗതി കെട്ടവരൊന്നും അല്ലല്ലോ. നമ്മുടെ അച്ഛൻ തോട്ടം വാങ്ങിച്ചിട്ടിട്ടില്ലേ, ലക്ഷക്കണക്കിന് രൂപയുടെ വില വരുന്നൊരു തോട്ടം. പക്ഷെ അതൊക്കെ കാര്യമുണ്ടോ, അതൊക്കെ നമ്മുടെ പേരിലല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അതിനെന്തെങ്കിലും തെളിവ് വേണം, അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട് അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ. അത് മാത്രമല്ല അതൊക്കെ നീണ്ട കാര്യങ്ങളല്ലേ, പക്ഷെ നമുക്ക് ഇപ്പോൾ വേണ്ടത് നിളരെ ഓപ്പറേഷനുള്ള കാശല്ലേ. അന്നേരം കാവേരി പറയാണ് അതൊക്കെ നമുക്ക് ശരിയാക്കാം, ആ തോട്ടത്തിൻ്റെ പൈസയിൽ നിന്ന് തന്നെ നിളരെ ഓപ്പറേഷൻ നടത്തണം ചേച്ചി എന്ന് പറയും. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് നീ നടക്കുന്ന കാര്യം എന്തെങ്കിലും പറയും. അപ്പോൾ വിനീത് പറയുന്നുണ്ട് ഈ വീട് നമുക്ക് ആർക്കെങ്കിലും പലിശയ്ക്കോ അങ്ങനെ കൊടുത്താൽ പണയം കൊടുത്താലോ അതൊന്നും ശരിയാവില്ല, അതൊക്കെ അവർ സ്വന്തം പേരിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. എൻ്റെ മനസ്സിൽ ഈ തോട്ടത്തിൻ്റെ കാശ് കൊണ്ട് തന്നെ നമ്മുടെ നിളമോളെ ഓപ്പറേഷൻ നടത്തണം തന്നെയാണ്. നാളെ ഒരിക്കൽ അവൾക്കും തോന്നട്ടെ അവളുടെ ഹൃദയം തുടിക്കുന്നത് അവളുടെ അച്ഛൻ്റെ വരുമാനത്തിൽ നിന്ന്, അവളുടെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ വിലയിൽ നിന്നാണെന്ന് അവൾക്കൊരു കാലത്ത് തോന്നണം എന്നൊക്കെ കാവേരി പറയുകയാണേ. അന്നേരം ഗംഗ പറയുന്നുണ്ട് അതിനൊക്കെ സമയം എടുക്കൂലേ കാവേരി, ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ വേണ്ടേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ കാവേരി പറയാണ് വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ, ഇത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നെ പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് കാവേരി ശിവരാമനെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ശിവരാമനെ കാവേരിനെ കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമൊന്നും തോന്നുന്നില്ല, ഒരു താല്പര്യത്തോട് കൂടിയിട്ടൊന്നുമല്ല മറുപടി പറയുന്നത്. അപ്പോൾ കാവേരി വന്നിട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ടേ അത് എൻ്റെയും എൻ്റെ ഭാര്യയുടെ പിന്നിൽ കൂടെ നടന്നിട്ടൊന്നും ഒരു വിവരവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാവേരി ആഹാ, അപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന വിവരം ശിവരാമേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ ജയപാലൻ്റെ തൊഴിലാളിയാണ്, ഞാൻ എന്നും നന്ദിയോട് കൂടിയിട്ട് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, കേട്ടിട്ടില്ലേ നന്ദിയുള്ള നായ്ക്കൾ തിരിച്ച് കടിക്കൂലെന്ന്, അതുപോലെയാണെന്ന് പറയും കേട്ടോ. അങ്ങനെ അയാൾ പോകുന്ന സമയത്ത് കാവേരി ഫോൺ എടുത്തിട്ട് ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. അരവിന്ദിൻ്റെ വോയിസ് മെസ്സേജാണ്, ആ ശിവരാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു മെസ്സേജാണ് കേട്ടോ. അതെ തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി, തോട്ടത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നില്ലേ, ഞാൻ വന്നാൽ ഉടനെ രജിസ്ട്രേഷൻ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല താൻ അവിടെ കാര്യമായിട്ട് പണിയൊന്നും ചെയ്യണ്ട കേട്ടോ, തനിക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് എല്ലാ മാസവും താൻ പണിയെടുത്തില്ലെങ്കിലും 15,000 രൂപ ഞാൻ ജയപാലിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നുണ്ട്, അത് ജയപാലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോട്ടോ, കാശ് കൊടുക്കാൻ ജയപാൽ ഇത്തിരി മടിയാണേ, അതുകൊണ്ട് നീ തന്നെ പോയി വാങ്ങിച്ചോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വോയിസ് മെസ്സേജിലുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശിവരാമൻ ആകെ ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവരാമന് മനസ്സിലായി തെളിവുകളൊക്കെ കാവേരിയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം. ഈ മെസ്സേജ് അച്ഛൻ ശിവരാമേട്ടനെ കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജയപാലിൻ്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജാണ്. പക്ഷെ അതൊന്നും ജയപാലൻ അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. പെട്ടെന്ന് കാവേരി ഇങ്ങനെ പോകുമ്പോൾ അയാൾ പിടിച്ചു നിർത്താൻ കേട്ടോ. മോള് സംശയിച്ചതൊക്കെ ശരി തന്നെയാണ്, ജയപാൽ അരവിന്ദ സാറിനെ ചതിച്ചത് തന്നെയാണ്, എനിക്ക് നന്നായിട്ടറിയാം, ചതിച്ചത് മാത്രമല്ല കൊന്നതാണ്, അരവിന്ദ സാറിനെ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കേട്ടോ കാവേരി. അന്നേരം പറയും അതേ മോളെ അയാൾ എനിക്ക് 15,000 രൂപ ഒന്നും തന്നിട്ടില്ല, മാസം വല്ല 1000 2000 അത് കരഞ്ഞ് കാൽ പിടിച്ചാൽ മാത്രം തരുള്ളൂ. അരവിന്ദ സാറ് പറഞ്ഞ 15,000 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കായിരുന്നു എന്ന് പറയട്ടോ. പിന്നെ ആ വോയിസ് മെസ്സേജിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. 5 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ 10 സെൻറ്റ് ശിവരാമന് ഞാൻ രജിസ്റ്റർ ചെയ്ത് തരുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കാവേരി ആകെ ഞെട്ടിത്തിരിക്കണം. എന്താണ് നടന്നതെന്ന് പറയാ ശിവരാമേട്ടാന്ന് പറയും കേട്ടോ. അന്നേരം ശിവരാമൻ പറയാണ്, അന്ന് അരവിന്ദ് സാർ മരിക്കുന്നതിന് തലേദിവസം സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നാളെ രജിസ്ട്രേഷൻ നടക്കൂലേ എന്ന് ചോദിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ ഭാഗം കാണിക്കുകയാണ് കേട്ടോ. അരവിന്ദൻ ഇങ്ങനെ ജയപാലിനോട് ചോദിക്കുകയാണ്, നാളെ റേഷൻ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നാളെ റേഷൻ നടക്കാനുള്ള സാധ്യതയില്ല, കാരണം തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഹോസ്പിറ്റലിലാണ്, കോമാ സ്റ്റേജിലാണ്, അതുകൊണ്ട് ഇനി റേഷൻ നടക്കുമെന്ന് പോലും അറിയൂല എന്നൊക്കെ പറയുന്നേ കേട്ടിട്ട് അരവിന്ദൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ ആള് വീഴാണ് കേട്ടോ. താഴത്തേക്ക് വീഴുമ്പോൾ ജയപാലൻ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ശിവരാമൻ പറയുന്നുണ്ട്, ചങ്ക് പൊട്ടി മരിച്ചതാണ് മോളെ, അപ്പോൾ കൊലപാതകം തന്നെയല്ലേ, അയാൾ കൊന്നതാണ്, മോളുടെ അച്ഛൻ അയാൾ കൊന്നതാണെന്ന് പറയുമ്പോഴും കാവേരി പൊട്ടിക്കറിയാണ് കേട്ടോ. മോളെ കരയില്ലേ മോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരി പറയില്ല, ഇല്ല ശിവരാമേട്ടാ ഞാൻ കരയുന്നില്ല, അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഒഴുക്കുന്ന അവസാനത്തെ കണ്ണീരാണിത്, ഇനി കരയാൻ പോകുന്നത് ആ പിശാച് ഉണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത പിശാച്, അയാളാണ് കരയാൻ പോകുന്നത്, അയാളെ കൊണ്ട് ഞാൻ കരയിപ്പിക്കും എന്ന് പറയാൻ കേട്ടോ. അന്നേരം ശിവരാമൻ പറയുന്നുണ്ട്, മോള് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ശിവരാമേട്ടൻ മരിക്കുന്നത് വരെ മോളുടെ കൂടെ ഉണ്ടാവും, മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ശിവരാമേട്ടൻ ചെയ്തു തരാം, ഇനിയിപ്പോൾ ശിവരാമനെ ഒന്നും നോക്കാനില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് നീളമോൾക്ക് ഗംഗ ഭക്ഷണം കൊണ്ടുവരാൻ കേട്ടോ. ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് നീളമോൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഗംഗ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോൾക്കൊരു അസുഖമില്ല, പിന്നെ എന്താ എന്നെ സ്കൂളിൽ വിടാത്ത, അത് ഈ പനിയും ജലദോഷമൊക്കെ വരുന്നില്ലേ, അതുപോലെ ഒരു ചെറിയ അസുഖമാണ്, ഒരു ഉറുമ്പുംകാലിൻ്റെ അത്രയ്ക്കുള്ള അസുഖം, അപ്പോൾ അത് മാറിയിട്ട് പോയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയട്ടോ. ആണോ ചേച്ചി, അതെ എന്ന് പറയട്ടോ. അപ്പോൾ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീളമോള് പറയും, എനിക്കെന്തോ വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് മതി, കഴിക്കണ്ടെന്ന് പറയും. ആണോ, എന്നാൽ ശരി കഴിക്കണ്ട, ഇപ്പം കഴിക്കണ്ട, പക്ഷെ പിന്നെ കഴിക്കുമ്പോൾ ഇവർ സെഞ്ചി അടിച്ചിരിക്കുകയാണ്, മോള് ഇവിടെ ഇരിക്കണ്ട, നമുക്ക് അപ്പുറത്ത് പോയിട്ട് കഥ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് നീളമോളെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അന്നേരം അവർ പോകുമ്പോൾ ശാരദ പറയാണ്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, കണ്ടു നിൽക്കണം, അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാണെന്ന് പറയട്ടോ. അന്നേരം ശാരദ പറയാണ്, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്തോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ ആരോ ക്ഷുദ്രം ചെയ്ത പോലെയെന്ന് തോന്നുന്നുണ്ട്, ക്ഷുദ്രം ചെയ്തതാണെന്നുണ്ടെങ്കിലേ അത് ആ ജയപാലൻ തന്നെയായിരിക്കും, അല്ലാതെ വേറെ ആര് എന്ന് പറയട്ടോ. കലികാലം, അല്ലാതെ എന്ത് പറയാനുണ്ട്, കലികാലം നേരത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയൂട്ടോ. അപ്പോൾ ശാരദ പറയാണ്, ഈ വീട്ടിൽ വിളക്ക് അണഞ്ഞു പോയി, അതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയട്ടോ. ഇനി വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മ. അപ്പോൾ വീടിന് എന്ത് കുഴപ്പം, വീടിനൊരു കുഴപ്പമില്ല, ഈ വീടിൻ്റെ വിളക്ക് അരവിന്ദേട്ടനായിരുന്നു, ആ വെളിച്ചം പോയപ്പോൾ നമ്മളിങ്ങനെ ഇരുട്ടിലായി, അതുകൊണ്ട് നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്നു, ആ വെളിച്ചിന് തിരിച്ച് വരാനും പോകുന്നില്ല, എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് കാവേരി പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് സമ്മതമില്ല, പക്ഷേ ഇപ്പം ഞാനത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറയുകയാണേ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളൂ. പ്രമോല് കാണിക്കുന്നത് വാതിൽ ചവിട്ടി പൊളിച്ച് തുറന്നും കാണിട്ട് കാവേരി ജയപാലിൻ്റെ അടുത്ത് വന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണേ, എൻ്റെ അച്ഛൻ്റെ തോട്ടം മാത്രമല്ല പിടിച്ചെടുത്തത്, എൻ്റെ അച്ഛൻ്റെ ജീവനും കൂടെ താൻ അപഹരിച്ചു എന്ന് പറയാൻ കേട്ടോ. ഇനി കാവേരി അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ ജയപാലിൻ്റെ കഴുത്തിന് ഇങ്ങനെ നേരെ ചൂണ്ടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്തായാലും സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കാവേരി. താൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം തന്നെക്കൊണ്ട് ഞാൻ പരിഹാരം കണ്ടെത്തിക്കും, അതിന് ഞാൻ തന്നെക്കൊണ്ട് കണക്ക് പറയിക്കും, താൻ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നീളമോളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശാരദ. അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 10 ലക്ഷം രൂപ 3 ദിവസത്തിനുള്ളിൽ ജയപാലൻ ഇവിടെ എത്തിക്കുന്നു പറയാൻ കേട്ടോ. അപ്പോൾ അവരൊക്കെ ആകെ ചെട്ടിരിക്കുന്നു. ജയപാലനോ? അതെ ജയപാലൻ, നമ്മുടെ അച്ഛൻ്റെ തോട്ടം തട്ടിയെടുത്ത ജയപാലൻ ഉണ്ടല്ലോ, അയാൾ 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ കാവേരി ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ.